ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ മലേഷ്യൻ റബ്ബർ കൗൺസിലിന്റെ സഹകരണത്തോടെ ഇന്ത്യ മലേഷ്യ വ്യാപാര ചർച്ച സംഘടിപ്പിച്ചു. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത അധ്യക്ഷനായ യോഗത്തിൽ റബ്ബറിന്റെയും റബ്ബർ ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ വിശദമായി ചർച്ച ചെയ്തു. ഇന്ത്യ മലേഷ്യ വ്യാപാര ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി കൊച്ചിയിൽ പ്രത്യേക വ്യാപാര ചർച്ച നടന്നു. ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് രാജ്കുമാർ ഗുപ്ത അധ്യക്ഷനായ യോഗത്തിൽ മലേഷ്യയിൽ നിന്ന് കൂടുതൽ റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാനും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതികൾ വർദ്ധിപ്പിക്കാനും മികച്ച അവസരങ്ങൾ നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞു. ഇത് പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതോടൊപ്പം രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തമാക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ മലേഷ്യ റബ്ബർ കൗൺസിൽ മുഖ്യ പ്രതിനിധിയായ ഇന്ത്യൻ ഓഫീസർ സമീർ ഷാ റബ്ബർ മേഖലയിലെ ആഗോള സാധ്യതകളെയും പ്രാദേശിക ഉൽപാദകരെ അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധിപ്പിക്കാനുള്ള കാര്യങ്ങളെയും വിശദീകരിച്ചു. റബ്ബർ ഉൽപാദനത്തിലും കയറ്റുമതിയിലും മലേഷ്യ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. പ്രത്യേകിച്ച് മെഡിക്കൽ ഗ്ലൗസുകൾ മലേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പ്രധാന ഇറക്കുമതി ഉൽപ്പന്നങ്ങളാണ്. മലേഷ്യയുടെ റബ്ബർ ഉൽപ്പന്ന കയറ്റുമതിയുടെ മൂല്യം പ്രതിമാസം $2.2 ബില്യൺ വരെയാണെന്ന് സമീർ ഷാ അറിയിച്ചു. ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് സംയുക്ത സംരംഭങ്ങളും പങ്കാളിത്ത പദ്ധതികളും ആരംഭിക്കുകയാണ് മലേഷ്യ റബ്ബർ കൗൺസിലിന്റെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആരോഗ്യ സംരക്ഷണം, ഓട്ടോമോട്ടീവ് മേഖല, ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ എന്നിവയിലെ നിക്ഷേപാവസരങ്ങളും ഈ സഹകരണത്തിലൂടെ കൂടുതൽ ശക്തിപ്പെടുമെന്ന് യോഗം വിലയിരുത്തി. ചർച്ചയുടെ അവസാനത്തിൽ കൊച്ചിൻ റബ്ബർ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അശോക് കുമാർ ഖുറാന നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,